നമ്മളെടുത്തിരിക്കുന്നത് പച്ച കളർ മുന്തിരിയാണ് 1 കിലോന്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, പരിപാടിക്ക് തുടങ്ങാം. അപ്പോൾ മുന്തിരി ഇതിൽ എടുക്കേണ്ട രീതി എന്ന് വെച്ചാൽ തിരിച്ചിട്ട് മുന്തിരി എടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ തോല് ചീന്തി കഴിഞ്ഞാൽ നമ്മളിത് ആവിയിൽ വേവിക്കുമ്പോൾ അതെന്ത് ചെയ്യും, പൊട്ടിപ്പോകും. ഇനി ഇതെന്ത് ചെയ്യണം, നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. നല്ലോണം കഴുകണം. കാരണം നമുക്ക് കഴിക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നന്നായിട്ട് വൃത്തിയിൽ കഴുകണം. ഇപ്പോൾ മുന്തിരിൻ്റെ സീസൺ ആയതുകൊണ്ട് നല്ല മധുരമുള്ള മുന്തിരിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മുന്തിരി കഴുകി കഴിഞ്ഞിരിക്കണ്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. അതേപോലെ ഒരു ഓട്ടമുള്ള ഒരു പാത്രത്തേക്ക് മാറ്റണവും നല്ലത്. എടുക്കുന്നതിന് അങ്ങനെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാത്രം എടുക്കാം. നമ്മളെടുത്തിരിക്കണ ഇഡ്ഡലി പാത്രമാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ലെയറിൽ നമുക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ ലെയറിൽ ഇട്ട് കൊടുക്കുക. മുന്തിരിയൊക്കെ ഇട്ട് കഴിഞ്ഞിരിക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ചൂടാക്കി എടുക്കണം. കൂടുതൽ ചൂടിൻ്റെ ആവശ്യമില്ല, ഒരു നേരി ചൂടിൽ ആണ് വെക്കേണ്ടത്. ഒരുപാട് ടൈം വെക്കാനും പാടില്ല. നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക കൂടുതൽ വെന്തിക്കണോ ഇല്ല എന്നുള്ളത്. കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ പൊട്ടാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം നല്ല വേവിലാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് മുന്തിരി പൊട്ടിയിട്ടൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് പാത്രത്തേക്ക് മാറ്റി വെക്കാം.
അപ്പോൾ നമ്മളെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞിരിക്കണ്. ഇനി രണ്ടാമത്തെ ലെയർ നമുക്ക് എടുത്തിട്ട് ഇതേപോലെ പാത്രത്തേക്ക് മാറ്റിയേക്കാം. ഇതും പൊട്ടിയിട്ടൊന്നുമില്ല, മുന്തിരി നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആവിയിൽ വേവിച്ച മുന്തിരിയൊക്കെ എടുത്ത് സെറ്റായിക്കണ്. ഇനി ഇതേപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ പരത്തിയിടാം മുന്തിരി. ഇതേപോലെ മുന്തിരി തിക്നെസ് ആയിട്ട് നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തത്, രണ്ട് പാത്രത്തേക്ക് മാറ്റുകയാണ്. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ അടിയിലുള്ളതൊക്കെ വെയിൽ കൊണ്ടിട്ട് ഉണങ്ങി കിട്ടൂല. അതുകൊണ്ടാണ് രണ്ട് പാത്രത്തേക്ക് മാറ്റി വെക്കുന്നത്. നമ്മൾ വെയിലത്ത് വെച്ച് ഒരു ദിവസം ചെയ്യണത്, ഏകദേശം ഒരു ദിവസമായപ്പോൾ ഇങ്ങനെ തന്നെ കിട്ടിയിരിക്കണം. കാരണം നല്ല വെയിലുണ്ടായതുകൊണ്ട് നമുക്ക് ഏകദേശം 2 ദിവസം വെച്ചാൽ മതിയാവും. നമുക്കിങ്ങനെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പം. കാരണം കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ല ചാർജാണ് വരുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ലാഭമാണ്. ഇപ്പോൾ രണ്ടാമത്തെ ദിവസമായപ്പോൾ നമുക്ക് നല്ല ഉണങ്ങി കിട്ടിയിരിക്കണേ. ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സാധനം പിന്നെ പൂപ്പൽ ഒടിയും. അതുകൊണ്ട് നല്ല ഉണങ്ങി കിട്ടണം. കണ്ടില്ല, രണ്ടാമത്തെ ദിവസമാകുമ്പോൾ നല്ല ഉണങ്ങി കിട്ടിയിരിക്കണേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക.